പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 68-ാമത് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് 124-ാമത്തെ ആയത്ത് മുതൽക്കാണ് പരിശോധിച്ച് തുടങ്ങുവാനുള്ളത്. അള്ളാഹു ഈ ഇരുത്തവും പഠനവും പരിശുദ്ധ ഖുർആനോടുള്ള ഈ ഒരു നമ്മുടെ സ്നേഹ ആദരവുകളുമൊക്കെ പ്രതിഫലാർഹമായ പുണ്യകർമ്മമായി നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. 124-ാമത്തെ ആയത്ത്. വൈദാ ജാഅത്ഹും ആയത്തുൻ ഖാലൂ ലൻ നുഅ്മിന ഹത്താ നുഅ്താ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്. വൈദാ ജാഅത്ഹും, ജാഅ വന്നു, ജാഅത്ത് അത് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുന്നു. ഹും അവർക്ക് വന്നാൽ, ഇതാ വന്നാൽ, ആയത്തുൻ വല്ല ദൃഷ്ടാന്തവും, എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ, ഖാലൂ ലൻ നുഅ്മിന ഹത്താ നുഅ്താ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്. ഖാലൂ അവർ പറയുന്നു, ലൻ നുഅ്മിന ഞങ്ങൾ വിശ്വസിക്കുകയേയില്ല. ലൻ എന്ന തീരെ ഇല്ല. ഹത്താ നുഅ്താ നൽകപ്പെടുന്നത് വരെ, ലഭിക്കുന്നത് വരെ, ഹത്താ നുഅ്താ ഞങ്ങൾക്ക് ലഭിക്കുന്നത് വരെ, മിസ്ല മാ ഒന്നുപോലെ, ഊത്തിയ അത് നൽകപ്പെട്ടിട്ടുണ്ട്, മിസ്ല മാ ഊത്തിയ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും നൽകപ്പെടാതെ, ഞങ്ങൾക്ക് ലഭിക്കാതെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, സത്യനിഷേധികളായ ആളുകളുമൊക്കെ പ്രവാചകനോട് പറയുന്നു. എന്താ അവർക്ക് വേണ്ടത്? അവർക്ക് ഈ വന്ന ആയത്തുകളൊന്നും പോരാ, ഖുർആനിലെ ആയത്തുകൾ പോരാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്ന തെളിവുകളൊന്നും അവർക്ക് പോരാ. പിന്നെന്താ വേണ്ടത് അവർക്ക്? ലോകത്ത് വന്ന പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതുപോലെയുള്ള അതിഭയങ്കരമായ അത്യത്ഭുതങ്ങൾ അവർക്കും വേണം. ഇതേപോലെ വേദഗ്രന്ഥം അവർക്ക് നേരിട്ട് വേണം. പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതുപോലെയുള്ള മുഅ്ജിസത്തുകളൊക്കെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ലഭിച്ചെങ്കിൽ മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെ എന്തുകൊണ്ട് പ്രവാചകനാക്കിക്കൂടാ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് നേരിട്ടൊരു വേദഗ്രന്ഥം നൽകപ്പെട്ടുകൂടാ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ വന്ന ഒന്ന് രണ്ട് വാക്കുകൾ, ഹത്താനു ഉത്താ, ഹത്താനു ഉത്താ ഞങ്ങൾക്കും ലഭിക്കുന്നത് വരെ, ഞങ്ങൾക്കും നൽകപ്പെടുന്നത് വരെ, മിസ്ലമാ ഊത്തിയ നൽകപ്പെട്ടതുപോലെ, റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടതുപോലെ, ഊത്തിയ നൽകപ്പെട്ടു, റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക്. മനസ്സിലായി കാണും. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു. റിസാലത്ത എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വഖഫ് ചെയ്യുന്നു. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത. അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്, അഅലമാണ്. ഹൈസു എങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴാണ്, യജ്അലു റിസാലതഹു അവന്റെ റിസാലത്ത്, തന്റെ ദൗത്യം എവിടെയാണ് യജ്അലു നൽകേണ്ടത്, ഏൽപ്പിക്കേണ്ടത്, ആർക്കാണ് നൽകേണ്ടത്, എപ്പോഴാണ് നൽകേണ്ടത് എന്ന് അറിയുന്നവൻ അള്ളാഹു ആണ്. അള്ളാഹു അറിയുന്നവൻ എന്ന് മാത്രമല്ല, നല്ലവണ്ണം അറിയാം എന്നാണ് അള്ളാഹു അഅലമു എന്ന് പറഞ്ഞാൽ. അള്ളാഹു അഅലം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ചില വിഷയങ്ങളിലൊക്കെ നമുക്കറിയില്ലെങ്കിൽ നമ്മളത് പറയേണ്ടത് അള്ളാഹു അഅലം എന്നാണ്. ഇനി ഏതെങ്കിലും വിഷയങ്ങളിലൊക്കെ നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ തന്നെ ആ അഭിപ്രായങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ശരിയായിക്കൊള്ളണം എന്നില്ല. അങ്ങനെ വരുമ്പോഴും നമ്മൾ പറയേണ്ടത്, നമ്മുടെ സംസാരത്തിന്റെ ഏറ്റവും അവസാനം നമ്മൾ പറയേണ്ടത് അള്ളാഹു അഅലം, അള്ളാഹു ആണ് നല്ലവണ്ണം അറിയുന്നത്, എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ, ഇതിനേക്കാൾ കൂടുതൽ കൃത്യമായി വ്യക്തമായി അറിയുന്നവൻ അള്ളാഹു ആണ് എന്ന് നമ്മൾ നമ്മുടെ അത്തരം സംസാരങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു
എവിടെയാണ്, എപ്പോഴാണ്? ഹൈസു എന്ന് പറഞ്ഞാൽ എവിടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് അള്ളാഹു അവന്റെ റിസാലത്ത് നൽകേണ്ടത്, ഏൽപ്പിക്കേണ്ടത് ആർക്കാണ് എന്ന് അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കായി നൽകപ്പെടേണ്ട ഒരു സംഗതിയല്ല ഈ റിസാലത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് ആവശ്യം എന്താണ്? ഞങ്ങളെയും എന്തുകൊണ്ട് റസൂലുകളാക്കിയില്ല, ഞങ്ങളെയും എന്തുകൊണ്ട് നബിമാരാക്കിയില്ല എന്ന് അസൂയ നിറഞ്ഞ ചില ചിന്താഗതികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അള്ളാഹു നൽകുന്ന പല അനുഗ്രഹങ്ങളും കാണുമ്പോ എന്തുകൊണ്ട് ഞാനും അങ്ങനെയായില്ല, എനിക്കും എന്തുകൊണ്ട് അങ്ങനെ അവനെ പോലെ ആകാൻ സാധിച്ചില്ല എന്നുള്ള ആ അസൂയ നിറഞ്ഞ ചിന്തയാണ് ഇവിടെയും മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പോ അവരുടെ ആഗ്രഹവും അല്ലെങ്കിൽ അവരുടെ ചോദ്യവും അതിനുള്ള മറുപടിയും നമ്മൾ കണ്ടു. അള്ളാഹു എന്താണ് മറുപടി പറഞ്ഞത്? എവിടെയാണ്, എപ്പോഴാണ്, ആർക്കാണ് റിസാലത്ത് നൽകേണ്ടത് എന്നത് സംബന്ധമായി കൃത്യമായി അറിയുന്നവൻ ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹു അഅലം എന്ന പ്രയോഗം മനസ്സിലായല്ലോ. ബാക്കി ഭാഗം, ആയത്തിന്റെ ബാക്കി ഭാഗം, സയുസീബുല്ലദീന അജ്റമു സഗാറൻ ഇൻദല്ലാഹ്. സയുസീബു, അസാബ ബാധിച്ചു. ഖുർആനിൽ അസ്വാബ എന്ന് പറയുന്നത് അധികവും ശിക്ഷ ബാധിക്കുന്നതിനെ സംബന്ധിച്ചാണ് വന്നത് എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. ശിക്ഷ വരുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് അസ്വാബ. അപ്പൊ സയുസീബു അല്ലദീന അജ്റമു, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ, അല്ലദീന അജ്റമു ജരീമത്ത് ചെയ്യുന്നവർ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ. അജ്റമൻ എന്ന് പറഞ്ഞാൽ അജ്റമ, ജരീമത്ത് ചെയ്യുന്നവൻ. അല്ലദീന അജ്റമു ജരീമത്ത് ചെയ്യുന്നവർ, അല്ലദീന അജ്റമു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ. അവർക്ക് ഉണ്ടാകുന്നതാണ്, അവർക്ക് ശിക്ഷയായി വരുന്നതാണ്. എന്താണ് വരുന്നത് എന്നറിയോ? സഗാറുൻ. ആ പദം നിങ്ങൾക്കറിയാം. സഗീർ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ്. സഗീറുൻ, കബീറുൻ കേട്ടിട്ടുണ്ടാകും. ഇവിടെ സഗാറുൻ, ആ വാക്കിന്റെ അർത്ഥം ഹീനത, നിന്ദ്യത, കുറച്ചിൽ, വല്ലാത്തൊരവസ്ഥ, താന് വല്ലാണ്ട് ചെറുതായി പോകുന്ന, താൻ ഒന്നുമല്ലാണ്ടായി പോകുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചായി പോകുന്ന, അങ്ങനെ പറയാം. അതാണ് സഗാറുൻ, ഹീനത. ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് വലിയ ഹീനത, നിന്ദ്യത അനുഭവിക്കേണ്ടതായിട്ട് വരും. വഅദാബുൻ ശദീദുൻ, കഠിനമായ ശിക്ഷയുമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ്, ചിലർക്ക് ശിക്ഷ മാത്രം മതിയാവില്ല. ഒരു റൂമിലിട്ട് സ്വകാര്യമായി ഒരാളെ ശിക്ഷിച്ചാൽ ഒരുപക്ഷെ ചെയ്ത കുറ്റകൃത്യത്തിന് പ്രതിഫലമായി ആ ശിക്ഷ മതിയാവും. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിക്ഷ നൽകേണ്ടത് പരസ്യമായിട്ടായിരിക്കും. ആളുകൾക്കിടയിൽ ഇട്ടുകൊണ്ട്, ആളുകളെ കാണിച്ചുകൊണ്ട്, പരസ്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള ശിക്ഷയായിരിക്കും നൽകുക. നിന്ദ്യതയും ഹീനതയും ഒക്കെയാണ് ഈ ശിക്ഷയുടെ കൂടെ ഉണ്ടാവുക എന്നാണ്. അതാണ് അള്ളാഹുവിന്റെ ശിക്ഷയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബിമാ കാനു യംകുറൂൻ, അവർ മക്ർ ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു പോയതാണല്ലോ കുതന്ത്രങ്ങൾ എന്നത്. മക്റുകൾ, കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക, അത് വലിയ ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയ തന്ത്രം കാണിക്കാൻ, അല്ലെങ്കിൽ തന്ത്രം പ്രയോഗിക്കാൻ അറിയുന്നവരെന്ന് അവർക്ക് അറിഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പൊ ഇവിടെ കുതന്ത്രങ്ങൾ കാണിക്കുന്ന ആളുകൾക്ക്, അവർക്ക് അതിന്റെ ഫലമായി വളരെ വലിയ ശിക്ഷയുണ്ട്. ശദീദുൻ, കഠിനമായ ശിക്ഷയുണ്ട്. പിന്നെന്തുകൂടെ അതിന്റെ കൂടെ സഗാറുൻ, ഹീനതയുണ്ട്, നിന്ദ്യതയുണ്ട്, കുറച്ചിലുണ്ട്, കുറവാക്കലുണ്ട്, കൊച്ചാക്കലുണ്ട്. അങ്ങനെയൊക്കെ അവർക്കുള്ള അനുഭവങ്ങളും ഉണ്ടാകും എന്നുകൂടെ അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നു. ആയത്തൊന്നോട് നോക്കുക. വൈദാ ജാഅത്ഹും ആയത്തുൻ ഖാലൂ ലൻ നുഅ്മിന ഹത്താ നുഅ്താ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ് അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു സയുസീബുൽ ലദീന അജ്റമു സഗാറുൻ ഇൻദല്ലാഹി വഅദാബുൻ ശദീദ്
വഅദാബുൻ ശദീദുൻ ബിമാ കാനൂ യംകുറൂൻ. അപ്പൊ അവരുടെ ചോദ്യം എന്തായിരുന്നു? അവർക്കും വേണം നുബുവത്ത്, അവർക്കും വേണം റിസാലത്ത്, അവർക്കും വേണം കിതാബ്, അവർക്കും വേണം വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ, ചെറുതൊന്നും പോരാ എന്ന്. അതിന് അള്ളാഹു മറുപടി പറഞ്ഞത് എവിടെയാണ്, എപ്പോഴാണ്, ആർക്കാണ് റിസാലത്ത് ഏൽപ്പിക്കേണ്ടത് എന്ന് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. അതിനനുസരിച്ച് തന്നെയാണ് ഈ ഓരോ നടപടികളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുറ്റവാളികൾക്ക് ഇങ്ങനെ കുതന്ത്രം കാണിക്കുകയും ഈ വേണ്ടാത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് വളരെ ഹീനമായ ശിക്ഷ ഏൽക്കേണ്ടി വരും കേട്ടോ. സാധാരണ വേദനയേറിയ ശിക്ഷ മാത്രമല്ല, വേറെ അതിന്റെ കൂടെ നിന്ദ്യതയും അനുഭവിക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ കുതന്ത്രങ്ങളുടെ ഫലമായി എന്ന് അള്ളാഹു അവിടെ പഠിപ്പിക്കാം. ഇവിടെ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒരു പദം സഗാറാണ്. സഗാർ എന്ന് പറഞ്ഞാല് അതില്ല അദ്ദായിമ എന്നാണ് അതിനർത്ഥം. നിത്യമായ എന്നെന്നുമുള്ള ദില്ലത്ത്, നിന്ദ്യത എന്നാണ് സഗാറൻ എന്ന വാക്കിന്റെ അർത്ഥം. സൂറത്ത് ഗാഫിറിൽ ഒരു വചനം, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അതിന് അഹങ്കാരപൂർവം അങ്ങനെ ഇബാദത്ത് ചെയ്യാതിരിക്കുന്ന, അഹങ്കാരത്തോടുകൂടി അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ സയദ്ഖുലൂന ജഹന്നമ, അവർ നരകത്തിൽ പ്രവേശിക്കും. ദാഖിരീൻ എന്നാണ് ദാഖിരീൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ദാഖിരീൻ എന്നുള്ളതിന് അർത്ഥം കൊടുത്തത് ഐ സ്വാഗരീന ദലീലീന ഹഖീരീന എന്നാണ്. ആ വാക്കിന്റെ ഒക്കെ അർത്ഥം നിന്ദ്യതയും ഹീനതയും ഒക്കെ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സാഗരീൻ ഹീനരായിക്കൊണ്ട്, ദലീലീന നിന്ദ്യരായിക്കൊണ്ട്, അല്ലെങ്കിൽ ഹീനമായ അവസ്ഥയിൽ, ഹഖീറീൻ അവരെ പുച്ഛത്തോടു കൂടിയാണ് അവിടെ അവരെ കാണുന്നത്. അങ്ങനെ ഒരു അവസ്ഥയാണ് അവർക്കുണ്ടായ. ഒരു അനുകമ്പയുണ്ടാവില്ല, ആരും ഒരു ദയോടുകൂടി അവരെ നോക്കുന്നില്ല. എല്ലാവരും ശിക്ഷ അനുഭവിക്കുന്ന ആ വ്യക്തികളെ കാണുന്നത് പുച്ഛത്തോടുകൂടി മാത്രമായിരിക്കും എന്നാണ്. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഒരു ഹദീസ് നമുക്കറിയാം. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുൻസബു ലികുല്ലി ഗാദിരിൻ ലിവാഉൻ ഇൻദ ഉസ്തിഹി യൗമൽ ഖിയാമ. വഞ്ചകന്മാരായ ആളുകൾക്ക് അവരെ പരലോകത്ത് തിരിച്ചറിയുന്നതിന് വേണ്ടി അവരുടെ പിൻഭാഗത്ത് ഒരു വലിയ കൊടി നാട്ടിയിട്ടുണ്ടാകും. ഫയുഖാലു, ആ കൊടിയെ സംബന്ധിച്ച് അവിടെ പറയപ്പെടുന്നത് ഹാദിഹി ഖദ്റത്തു ഫുലാനിൻ ഇബ്നു ഫുലാൻ, ഇന്നാൽ ഇന്നവനെ നീ വഞ്ചിച്ചതിന്റെ അടയാളമായിക്കൊണ്ടാണ് ഈ കൊടി ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. ഇതേപോലെ ഒരുപാട് കൊടികൾ നിന്റെ പിൻഭാഗത്ത് നാട്ടപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോ ഒരുപാട് കൊടികൾ അവരുടെ പിൻഭാഗത്ത് ഉയർത്തി നിർത്തിയിട്ടുണ്ട്. അതൊക്കെ എന്താണ് അറിയിക്കുന്നതെന്ന് അറിയാമോ? ഒരുപാട് ആളുകളെ വഞ്ചിച്ച മനുഷ്യനാണ്. ആളുകളുടെ ഇതിന്റെ ഒരു എന്താണ് ഇതിന്റെ എല്ലാ ഹിക്മത്ത് എന്ന് പണ്ഡിതന്മാർ അതിനെ പരിശോധിച്ചു. എന്നിട്ട് അവർ പറഞ്ഞത് വൽ ഹിക്മത്തു ഫീ ഹാദാ അന്നഹു ലമ്മാ കാനൽ ഖദ്ർ ഖഫിയൻ ലാ യത്തലിഉ അലൈഹി നാസ്. വഞ്ചന ചെയ്യുന്ന, ചതി ചെയ്യുന്ന മനുഷ്യന്മാർ പലപ്പോഴും സ്വകാര്യമായിട്ടാണ് ചെയ്യുന്നത്. ലാ യത്തലിഉ അലൈഹി നാസ്, ആളുകൾ ആരും അറിയാതെയാണ് അതിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്. ഫയൗമൽ ഖിയാമ, എന്നാൽ ഖിയാമത്ത് നാളിൽ യസീറു അലമൻ മൻശൂറൻ അലാ സാഹിബിഹി ബിമാ ഫഅല, എന്നാൽ ഇവനാണ് ആ ചെയ്തത്, ആ വഞ്ചകൻ ഇവനാണ്, ആ ചതിയൻ ഇവനാണ് എന്ന് ബോധ്യപ്പെടുമാറ് അവന്റെ പിൻഭാഗത്ത് കൊടികൾ നാട്ടപ്പെടുകയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരെ നിന്ദിക്കുകയാണ്. ഇവിടെ ആളുകളെ വഞ്ചിച്ച് വളരെ സ്വകാര്യമായിട്ട് ഒരുപാട് ചതിയും കളവുമൊക്കെയായി ആളുകളെ പലതും ചെയ്ത മനുഷ്യരെ പരലോകത്ത് വളരെ നീചമായ അവസ്ഥയിലാണ് വഞ്ചിക്കപ്പെടുന്നത്. ഉസ്തു എന്ന് പറഞ്ഞാൽ പിൻഭാഗം എന്ന് മാത്രല്ല, അവന്റെ ആ ഏറ്റവും പിന്നിലുള്ള അവന്റെ ആ ഏറ്റവും എന്താ പറയാ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ അവനെ കാണിക്കുന്ന
ഒരു രൂപത്തെ സംബന്ധിച്ചാണ് ഉസ്തുൻ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും കൂടെ കാണാൻ സാധിക്കുന്നതാണ്. വജ്ജകന്മാർക്ക് ലഭിക്കുന്ന ഹീനതയും നിന്ദ്യതയും എന്ന് നമ്മൾ നോക്കുക. ഇതേപോലെ ഖുർആനിൽ ഹീനതയെ സംബന്ധിച്ച്, നിന്ദ്യതയെ സംബന്ധിച്ച്, അത്ര മോശമായ അവസ്ഥകൾ പരലോകത്ത് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വല്ലദീന കസബു സയ്യിആത്ത്, ഒരുപാട് സയ്യിആത്തുകൾ സ്വയം സമ്പാദിച്ച് കൂട്ടുന്ന ആളുകൾ, മോശമായ പ്രവർത്തികൾ നിരന്തരമായി ചെയ്തു കൂട്ടുന്ന ആളുകൾ, ജസാഉ സയ്യിഅത്തിൻ ബിമിസ്ലിഹാ, അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഓരോ സയ്യിഅത്തിനും, ഓരോ മോശമായ പ്രവർത്തിക്കും അതിന് തത്തുല്യമായിട്ട് ഉള്ള പ്രതിഫലമാണ് അവർക്ക് അവിടെ ലഭിക്കുന്നത്. വത്തർഹഖുഹും ദില്ലത്തുൻ, പോരാത്തതിന് അവർക്ക് ദില്ലത്ത്, നിന്ദ്യത അവരെ പിടികൂടുകയും ചെയ്യുന്നതാണ്, അവരെ ആവരണം ചെയ്തിട്ടുണ്ടാകുന്നതാണ് എന്ന് പറയുന്നുണ്ട്. വേറൊരു ആയത്തിൽ സൂറത്തുൽ അഹ്ഖാഫിൽ വയൗമ യഅറദുൽ ലദീന കഫറു അലന്നാർ, അവിശ്വാസികളായ ആളുകളെ നരകത്തിന്റെ അടുത്തെത്തിച്ചിട്ട് അവരോട് പറയും, അദ്ഹബ്തും തയ്യിബാതികും ഫീ ഹയാതികും ദുനിയ, ഐഹിക ജീവിതത്തിൽ നിങ്ങൾ എല്ലാ തരത്തിലുള്ള തയ്യിബാത്തുകളും നേരത്തെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയി, നിങ്ങൾ എടുത്തുപയോഗിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും ബാക്കിയില്ല. വസ്തംതഅതും ബിഹാ, അതുകൊണ്ട് എന്തൊക്കെ സുഖമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്, ആ സുഖം മുഴുവനും ഭൗതിക ജീവിതത്തിലെ വിവിധ കാര്യങ്ങൾ, വിവിധ അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി എല്ലാം രുചിച്ചു നോക്കി, എല്ലാം അനുഭവിച്ച് നിങ്ങൾ അത് കഴിഞ്ഞിരിക്കുന്നു. പല്യവുമ, ഇന്ന് തുജ്സൗന അദാബൽ ഹൂൻ, നിങ്ങൾക്കിവിടെ ലഭിക്കപ്പെടുന്നത് അൽ അദാബൽ ഹൂൻ ആണ്, നിന്ദ്യതയുടെ ശിക്ഷയാണ് നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത്. ബിമാ കുന്തും തസ്തക്ബിറൂന ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ച് നടക്കുകയായിരുന്നു. ബിഗൈരിൽ ഹഖ്, ഒരു അവകാശവുമില്ലാതെ. വബിമാ കുന്തും തഫ്സുഖൂൻ, മാത്രമല്ല നിങ്ങൾ ഒരുപാട് ഫിസ്ഖുകൾ, ഒരുപാട് തമ്മാടിത്തരങ്ങളും വേണ്ടാത്തരങ്ങളും ഒക്കെ അവിടെ വെച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഫലമായി, അതേപോലെ അഹങ്കാരത്തിന്റെ ഫലമായി നിങ്ങൾക്ക് ഇവിടെ ഇതാ നിന്ദ്യതയുടെ ശിക്ഷയാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഐഹിക ജീവിതത്തിൽ എല്ലാം മതിമറന്ന് ഇവിടെയുള്ള സുഖങ്ങളെല്ലാം തന്നെ അനുഭവിച്ചു തീർത്ത അവിശ്വാസികളായ ആളുകളോട് അള്ളാഹു പറയും. അവരുടെ നരകത്തിന്റെ അഭിമുഖമായിട്ട് നിർത്തിയിട്ട് അവരോട് പറയുമെന്ന് സൂറത്തുൽ അഹ്ഖാഫിലെ 20-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊരായത്ത് സൂറത്ത് തൗബയിലെ 63-ാമത്തെ വചനം, അലം യഅലമു, അവർ അറിയില്ല, അവർക്കറിയില്ലേ, അന്നഹു മൻ യുഹാദിദില്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, എതിരിടുന്ന ആളുകൾ, പടച്ചോനെന്ത് പറഞ്ഞു അതിന് നേരെ എതിരാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കൽപ്പിച്ചത് അതിന് ധിക്കാരപൂർവമാണ് അവർ ചെയ്യുന്നത്. പടച്ചവനോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഒക്കെ എതിരിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫഅന്നലഹു നാറ ജഹന്നം, അവർക്കറിയില്ലേ അവർക്ക് നാറു ജഹന്നമാണ് എന്നുള്ളത്, കത്തിയാളുന്ന നരകമാണ് എന്നുള്ളത്. ഖാലിദൻ ഫിഹാ, അവർ അവിടെ ശാശ്വതവാസികളാണ് എന്ന്. ദാലിക്കൽ ഖിസിയുൽ അദീം, അത് വലിയ വമ്പിച്ച ഖിസിയാണ് കേട്ടോ. ഖിസിയുൻ, അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പരിഹാസമാണ്, ഏറ്റവും വലിയ നിന്ദ്യതയാണ്, ഏറ്റവും വലിയ ഹീനമായ അവസ്ഥകളാണ് എന്നൊക്കെ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു പോകുമ്പോ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ നിന്ദ്യതയുടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ പറയുന്നുണ്ട്. സൂറത്തുൽ ഖലമിലെ 42-43 ആയത്തുകൾ കൂടെ പരിശോധിച്ച് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ, കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ഭയങ്കരമായ ഒരു ദിവസം. ആ ദിവസത്തെ നിങ്ങൾ ഓർക്കണം. യൗമ യുക്ശഫു അൻ സാഖിൻ, കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ഭയങ്കരമായ ഒരു ദിവസമാണ്. മുണ്ട് മടക്കി കുത്തി പാന്റ് മുകളിലോട്ട് ഉയർത്തി വെച്ച് ഓടാൻ വേണ്ടി തയ്യാറാകാറുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമ്പെടാറുണ്ട്. എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം വരുമ്പോ ആ തുണിയൊക്കെ പൊക്കിപ്പിടിച്ച് ഓടിപ്പോകുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ധൃതിയിലേക്ക് പോകുന്ന അവസ്ഥകളുണ്ട്. അതേപോലെ കണങ്കാൽ വെളിവാക്കപ്പെടുന്ന
ഭയങ്കരമായ ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ്, എന്നിട്ട് അവരോട് പറയപ്പെടും, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് ഒന്ന് സുജൂദ് ചെയ്യൂ, ഒന്ന് കുമ്പിടൂ എന്നവരോട് പറയും. സുജൂദ് ചെയ്യാൻ വേണ്ടി അവർ ക്ഷണിക്കപ്പെടും. ഫലായസ്തതിഊൻ, അവർക്കതിന് സാധിക്കൂല, അവർക്ക് അവരുടെ മുട്ടുമടങ്ങൂല, അവരുടെ മടക്കാൻ കഴിയില്ല, അവർക്ക് കുനിയാൻ കഴിയില്ല, അവർക്ക് അവരുടെ നെറ്റിത്തടം മണ്ണിൽ വെക്കാൻ അല്ലെങ്കിൽ നിലത്ത് വെക്കാൻ സാധ്യമാകാത്ത അവസ്ഥയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താന്നിരിക്കും. അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ആ പ്രയാസങ്ങൾ താങ്ങാനാകാതെ മുകളിലോട്ടോ മുന്നോട്ടോ നോക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കുക. തർഹക്കുഹും ദില്ലത്ത് അവരെ ആവരണം ചെയ്തിട്ടുണ്ടാകും, നിന്യത അവരെ പിടികൂടിയിട്ടുണ്ടാകും. വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി വഹും സാലിമൂൻ. എന്തുകൊണ്ടാണ് ഈ നിന്യതയും അപമാനവും ഒക്കെ അവർക്ക് അവിടെ സഹിക്കേണ്ടി വരുന്നത് എന്നറിയാവോ? വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി വഹും സാലിമൂൻ. അവർ ആരോഗ്യവാന്മാരായിരിക്കെ, അവർ സുരക്ഷിതരായിരിക്കെ, വഹും സാലിമൂൻ, അവർ സുരക്ഷിതരായിരിക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, സാലിമായിരുന്നു. ശരീരത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല, കൈകാലുകളൊക്കെ അനക്കാൻ പറ്റിയിരുന്നു, മടക്കാനും നിവർത്താനും ഒക്കെ സാധിച്ചിരുന്നു. അവരുടെ ഊരക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, അവരുടെ കൈയും കാലും ഒക്കെ മടക്കാനും നിവർത്താനും ഒക്കെ അവർക്ക് സാധിച്ചിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അവരൊരുപാട് തവണ വിളിച്ചതാ. വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി, സുജൂദ് ചെയ്യാൻ വേണ്ടി വരണേ എന്ന്, നമസ്കാരത്തിന് വരണേ എന്ന്, അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ വിനയാന്വിതരായി നിങ്ങൾ സാഷ്ടാംഗം ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും അവർ വരാത്തത് കൊണ്ട് ഇന്നവർക്ക് അവരുടെ മുട്ടുമടക്കാൻ കഴിയുന്നില്ല, അവർക്ക് കുനിയാൻ കഴിയുന്നില്ല, അവർക്ക് നിലത്ത് അവരുടെ നെറ്റിത്തടം വെക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ അള്ളാഹു പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലും നിന്ദ്യതയാണ് അവർക്ക് വരുന്നത് എന്ന് ആ ആയത്ത് പഠിപ്പിക്കുന്നു. ആ ഒരു ഭാഗം മാത്രമാണ് ആ ആയത്തിൽ കൂടുതലായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പോവുകയാണ്. وَمَن يُرِدِ اللَّهُ أَن يَهْدِيَهُ يَشْرَحْ صَدْرَهُ لِلْإِسْلَامِ وَمَن يُرِدْ أَن يُضِلَّهُ يَجْعَلْ صَدْرَهُ ضَيِّقًا هَرَجًا كَأَنَّمَا يَصَّعَّدُ فِي السَّمَاءِ كَذَلِكَ يَجْعَلُ اللَّهُ الرِّجْزَ عَلَى الَّذِينَ لَا يُؤْمِنُونَ وَمَن يُرِدِ اللَّهُ أَن يَهْدِيَهُ يَشْرَحْ صَدْرَهُ لِلْإِسْلَامِ وَمَن يُرِدْ أَن يُضِلَّهُ يَجْعَلْ صَدْرَهُ ضَيِّقًا هَرَجًا كَأَنَّمَا يَصَّعَّدُ فِي السَّمَاءِ كَذَلِكَ يَجْعَلُ اللَّهُ الرِّجْزَ عَلَى الَّذِينَ لَا يُؤْمِنُونَ. പഠിക്കാൻ എളുപ്പമാണ്, കാരണം ഒരേ പദങ്ങൾ തന്നെയാണ് പല പ്രാവശ്യം ഈ ആയത്തുകളിൽ ആവർത്തിച്ചു വന്നത്. എന്താണെന്ന് നോക്കാം. ഏതൊരാളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ, യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കുന്നതാണ്. ആരാണോ നേർവഴിയിലേക്ക് പോകാൻ ഉള്ള അവസരം ലഭ്യമാകുന്നത്, അങ്ങനെ ഒരു തൗഫീഖ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അവരുടെ സ്വദർ ഇസ്ലാമിലേക്ക് തുറന്നു കൊടുക്കപ്പെടുകയാണ്, വിശാലമായ ഇൻഷിറാഹ് ഉണ്ടാവുകയാണ്, ശറഹ് ഉണ്ടാവുകയാണ്. ശറഹ യശ്റഹു, തുറന്നു കൊടുക്കപ്പെടുകയാണ്. ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അവരുടെ ഹൃദയത്തിന് എല്ലാ തരത്തിലുള്ള തുറവിയും അതിനുള്ള മാർഗങ്ങൾ എല്ലാം അവരുടെ മുമ്പിൽ എളുപ്പമായി കിട്ടുകയാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക്, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പടച്ചോന്റെ വക ഒരു തള്ളും കൂടെ മുന്നോട്ട് പോകാൻ, നന്മയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അള്ളാഹു പ്രത്യേകം ആ നന്മയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് ആവശ്യമായ വെളിച്ചം നൽകി, അതേപോലെ അവരുടെ ഹൃദയത്തിന് വിശാലത നൽകി, എല്ലാം ഉൾക്കൊള്ളാൻ
ഈ ഇസ്ലാം ദീനിനെ അവർക്ക് പുൽകാൻ ഉൾക്കൊള്ളാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരവസരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ അവർക്ക് ആ ഇസ്ലാം സ്വീകരിക്കാൻ, ഇസ്ലാമിലേക്ക് അവരുടെ ഹൃദയത്തെ തുറന്നു വെക്കാൻ, ഇസ്ലാമിന്റെ വഴിയിൽ എല്ലാം കേൾക്കാനും അറിയാനും ഉൾക്കൊള്ളാനും സാധ്യമായ വിധത്തിൽ അവരുടെ ഹൃദയം വിശാലമാക്കി തുറന്നു വെച്ച് തുറന്നിടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്ന്. ഏതൊരാളെ അള്ളാഹു പിഴവിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ, അള്ളാഹു പിഴവിലാക്കാൻ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് ഈ രണ്ട് കാര്യങ്ങൾ പലവട്ടം പറഞ്ഞു പോയതാണ്. പടച്ചവൻ ഉദ്ദേശിക്കാൻ തന്നെ ഒരാളെ ആ പടച്ചവനായിട്ട് ലലാലത്തിലാക്കി എന്നല്ല. ഒരു മനുഷ്യന് അവന് ഹിദായത്തിന്റെ വഴിയിൽ പോകാനും ലലാലത്തിന്റെ വഴിയിൽ പോകാനുമുള്ള രണ്ട് അവസരങ്ങൾ നൽകിയിട്ട് അതിൽ നിന്ന് ഹിദായത്തിന്റെ വഴിയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ പടച്ചവന്റെ എല്ലാവിധ അതിനുള്ള അംഗീകാരവും പടച്ചവന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അവന്റെ ഹൃദയം ആ ഇസ്ലാമിനെ സ്വീകരിക്കാൻ വേണ്ടി തുറന്നിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലലാലത്താണ് വേറൊരാൾ തെരഞ്ഞെടുത്തതെങ്കിൽ അവന് അതിനുള്ള വഴിയാണ് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം ഇടുങ്ങിയതായി തീരുകയാണ്. ഹറജൻ, അത് ഞെരുങ്ങിയതായി തീരുന്നു. ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായി തീരുന്നു. ഞെരുങ്ങിയതാണ്, കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ഇടുങ്ങിയതാണ്. എന്നാൽ അയാൾക്ക് തന്നെ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ഞെരുങ്ങിയതുമാണ്. ഒരാൾക്ക് തന്നെ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ, ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ഹറജുമാണ്, ഞെരുങ്ങിയതുമാണ്. ലയ്യക്കൻ, ഇടുങ്ങിയതുമാണ്. കൂടുതൽ ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, എന്തെങ്കിലും വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ ക്ഷമയോടുകൂടി സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെ അവരുടെ ഹൃദയം ഇടുങ്ങിയതായിരിക്കും. ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല, ക്ഷമിക്കാനും കഴിയില്ല, സഹിക്കാനും കഴിയില്ല. പലരെയും പലതിനെയും ഉൾക്കൊള്ളാൻ സാധ്യമാകാത്ത വിധത്തിൽ ഇടുങ്ങിയതായിരിക്കുകയും ചെയ്യും. ഹറജൻ, അതേപോലെ ഞെരുങ്ങിയതുമാണ്. അയാൾക്ക് തന്നെ അവിടെ കഴിയുന്നത് അയാൾ എങ്ങനെയോ ഒപ്പിച്ചു പോവുകയാണ്. ഞെരുക്കമാണ്, ഞെരുങ്ങിയ ഒരു ജീവിതമാണ് ആളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അതാണ് ലലാലത്തിന്റെ ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ, നമ്മൾ അനുഭവിക്കുന്നത് പോലെ ഹൃദയത്തിലെല്ലാം ഉൾക്കൊള്ളാനും എല്ലാം അംഗീകരിക്കാനും ഏത് കാര്യങ്ങളെ ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരു ക്ഷമയോ സഹനമോ ഒന്നും അവർക്കില്ല. അവർക്കതിന് സമയവുമില്ല. അങ്ങനെ ഇരിക്കാനും ആലോചിക്കാനും ഖുർആനിന്റെയും അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈ ഒരു അധ്യാപനങ്ങളൊന്നും കൃത്യമായി ഉൾക്കൊള്ളാനൊന്നും അവർക്കതിന് സമയവുമില്ല, അതിന് സൗകര്യവുമില്ല, അതിന് സാധിക്കുകയില്ല. അവരുടെ ഹൃദയം ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായിരിക്കും. ഒരു ഉദാഹരണം, അവർ ആകാശത്തിലൂടെ കയറിപ്പോകുന്നത് പോലെയാണ്. ആകാശത്തിലൂടെ കയറിപ്പോകുമ്പോ, മുകളിലോട്ട് കയറിപ്പോകുമ്പോ എന്താ സംഭവിക്കുക നമുക്കറിയാലോ. വായു കുറഞ്ഞു വരുന്നു. ആ വായു കൃത്യമായ ഓക്സിജൻ ലഭിക്കാതിരിക്കുമ്പോ സ്വാഭാവികമായും ശ്വാസതടസ്സം നേരിടുന്നു. ആൾക്ക് മരണത്തെ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. അതാണല്ലോ മുകളിലോട്ട് കയറിപ്പോകുമ്പോ ഉണ്ടാകുന്ന അവസ്ഥ എന്നുള്ളത്. അല്ലെങ്കിലും നമ്മളൊരു വലിയ കോണിക്ക് ഒരു കുറെ പടികൾ മുകളിലോട്ട് കയറിപ്പോകുമ്പോ ഓരോരോ പടികൾ കയറുന്നതിനനുസരിച്ച് ഒരു വിമ്മിഷ്ടം, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം ഒക്കെ അനുഭവപ്പെടാറില്ലേ? അങ്ങനെ മുകളിലോട്ട് കയറിപ്പോകുന്നത് പോലെ വീണ്ടും വീണ്ടും ജീവിതത്തിൽ പ്രയാസങ്ങൾ, അങ്ങനെ ശ്വാസതടസ്സം വരുന്നത് പോലെ വല്ലാത്തൊരു അവസ്ഥയാണ് ഈ ലലാലത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ അവർക്കൊരു വിശാലത ഇല്ലട്ടോ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി ഉൾക്കൊള്ളാനും കേൾക്കാനും അറിയാനും അംഗീകരിക്കാനും ക്ഷമയോടുകൂടി ഈ കാര്യങ്ങൾ ഓരോന്നിനെയും നോക്കിക്കാണാനും ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നില്ല എന്നാണ് ഈ ലലാലത്തിലൂടെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. കദാലിക, അപ്രകാരം അള്ളാഹു റിജിസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. റിജിസുൻ എന്ന വാക്കിന്റെ അർത്ഥം ശിക്ഷ എന്ന് തന്നെയാണ്. ഇവിടെ റിജിസുൻ വളരെ മോശമായ ശിക്ഷക്കാണ്, ഹീനമായ നിന്ദ്യമായ ശിക്ഷക്കാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അലല്ലദീന ലാ യുഅ്മിനൂൻ, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്ക്
ഇത്തരത്തിലുള്ള റിജ്സ് ആണ് അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതവർക്ക് വീണ്ടും ഈ ഒരവസ്ഥ ഭൗതിക ജീവിതത്തിൽ അവർക്ക് ലയ്യക്കായ ഹറജായ ഒരു ജീവിതമാണ്, അത്തരത്തിലുള്ള ഒരു ഹൃദയമാണ് അവർക്ക് നൽകപ്പെട്ടത്, അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ചിന്തയും ജീവിതവുമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനേക്കാളൊക്കെ പുറമെ അതിനുപരിയായി അവർക്ക് വീണ്ടും ലഭിക്കാനിരിക്കുന്നത് ഏറ്റവും മോശമായ റിജ്സായ ശിക്ഷയാണ് അവർക്ക് ലഭിക്കാനിരിക്കുന്നത് എന്നുകൂടെ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവിടെ നോക്കുക, ഇസ്ലാം ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹിദായത്തിലൂടെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ. ആർക്കാണോ ഹിദായത്തിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അവന് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അത് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു സ്വദറാണ്, ഒരു ഹൃദയമാണ് അള്ളാഹു നൽകുന്നത്. യശ്റഹ്, ആ സ്വദർ അവന്റെ കേവലം അവന്റെ കൈ കൂട്ടിപ്പിടിച്ചാൽ അവന്റെ കൈ കൂട്ടിപ്പിടിച്ചാൽ ഒരു അത്രയും ചെറിയ ഒരു സാധനമാണ് അവന്റെ ശരീരത്തിലുള്ള ഹൃദയം എന്ന് പറയുന്നത്. അത് വലിയൊരു ഫാക്ടറിയാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അവന്റെ ജീവൻ നിലനിന്ന് പോകുന്നത് അവിടെ നടക്കുന്ന പമ്പിങ്ങിന്റെ അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു ഹൃദയം, അവന്റെ സ്വദറിലുള്ള അവന്റെ ആ ഹൃദയം, അത് വളരെ ചെറിയതാണെങ്കിലും അത് വലിയ വിശാലമായ അർത്ഥത്തിൽ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റാവുന്ന രൂപത്തിൽ അള്ളാഹു തുറന്നു കൊടുത്തിരിക്കുകയാണ്. അലം നശ്റഹ് ലക സദ്റക വവദഅന അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക എന്ന സൂറത്തുൽ ഇസ്രാഹിൽ പറഞ്ഞതുപോലെ. എന്നാൽ മറിച്ച് രണ്ടാമതൊരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് എന്താണ്? അവൻ ലലാലത്തിലാണ് പോകുന്നത്. അങ്ങനെ ലലാലത്തിൽ പോകുന്ന ഒരാൾക്ക് അവന്റെ സ്വദറ് ലയ്യക്കൻ ഹറജൻ, ഇടുങ്ങിയതും ഞെരുങ്ങിയതും ഒക്കെ ആയിട്ടാണ് അവന് അനുഭവപ്പെടുന്നത്. ഒന്ന് വിശാലമായി കിടക്കാൻ അവന് പോലും സ്ഥലമില്ല. അവന്റെ ഹൃദയം എന്ന് പറയുന്നത് അവന്റെ കാര്യങ്ങൾ തന്നെ ഉൾക്കൊള്ളാൻ അവന് സാധിക്കുന്നില്ല. ഹറജാണ്, ഞെരുങ്ങിയതാണ്. അവന്റെ വിഷയങ്ങൾ തന്നെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അത് ക്ഷമയോടുകൂടി കാണാനും നോക്കിക്കാണാനും പറ്റാത്ത വിധത്തിൽ അവന്റെ സ്വദറ് അത് ഹറജായി മാറുന്നു. അതേപോലെ മറ്റു പുറത്തു നിന്ന് ഒന്നും തന്നെ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ, അങ്ങോട്ട് ആർക്കും തന്നെ കടന്നു ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ ഹൃദയങ്ങൾ വളരെ ഇടുങ്ങിയതായി മാറുകയും ചെയ്യുന്നു എന്നിട്ടൊരു ഉദാഹരണം കൂടെ അള്ളാഹു പറഞ്ഞു. ആകാശത്തിലൂടെ കയറിപ്പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണ് എന്ന് ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണെങ്കിലും ആധുനിക കാലഘട്ടത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആയത്ത് അവസാനിപ്പിക്കുന്നത് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ്. ഇതിലെ നമ്മൾ കണ്ട ഹിദായത്ത്, അതിന്റെ അർത്ഥം സന്മാർഗത്തിലാക്കുക, വഴി ചേർക്കുക, മാർഗദർശനം നൽകുക, വഴി കാട്ടുക എന്നൊക്കെയാണ് എന്ന് അമാനി വലയുടെ പരിഭാഷ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിദായത്ത് പലതരത്തിലുണ്ട് എന്ന് നമ്മൾ ഈ അർത്ഥം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ച ഹിദായത്ത് എന്താണ്? അള്ളാഹുവിന്റെ സഹായവും തൗഫീഖും സിദ്ധിക്കുക എന്ന അർത്ഥത്തിലുള്ള ഹിദായത്താണ് അള്ളാഹു ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഈ അത്തരത്തിലുള്ള അള്ളാഹു നൽകുന്ന ഈ ഹിദായത്ത്, ഇതിനു വേണ്ടിയാണ് നമ്മൾ സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത്. യഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാളെ ഇവിടെ വിശ്വാസികൾക്കുള്ള വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരുന്നു? കഴിഞ്ഞ ആയത്തിൽ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്. എന്തായിരുന്നു? അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അല്ലാഹുവിന്റെ ഒരാൾക്ക് അല്ലാഹു ഹൃദയ വിശാലത നൽകി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അവർ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള, അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള പ്രത്യേകമായ ഒരു വെളിച്ചത്തിലൂടെയാണ്, ഒരു തെളിച്ചത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. പടച്ചോന്റെ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് വഴി തെറ്റാതെ അവർക്ക് കൃത്യമായി ഹിദായത്തിലൂടെ, നേരായ വഴിയിലൂടെ, ആ ഒരു മുസ്തഖീമായ സിറാത്തിലൂടെ അവർക്ക് നടക്കാൻ സാധിക്കുന്നെന്നാൽ ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹി
അള്ളാഹുവിന്റെ ദിക്റില്ലാതെ ഹൃദയം കടുത്തു പോയിരിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് നാശം. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വളരെ വ്യക്തമായ വഴികേടിലുമാകുന്നു. പടച്ചവന്റെ ദിക്ർ ഒരിക്കലും മനസ്സുകൾ ഇല്ലാത്ത, ഹൃദയത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ലാത്ത ആളുകൾ ഏറെ കടുത്തു പോയിരിക്കുന്നു. ആ ഹൃദയത്തിന് ഖാസിയത്ത് ഖുലൂബാണ്, അത് കടുത്തുപോയ ഹൃദയമാണ്. നേരത്തെ പറഞ്ഞ യശ്റഹു ഇൻഷിറാഹുള്ള ശറഹുള്ള ഹൃദയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് സൂറത്ത് സുമറിൽ അള്ളാഹു പറയുന്നു. മറ്റൊരായത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. വിശ്വാസികൾ ആരാണെന്നറിയോ? അവർക്ക് സത്യവിശ്വാസത്തെ അള്ളാഹു ഇഷ്ടമാക്കി തന്നിരിക്കുന്നു. വിശ്വാസികളെ, നിങ്ങൾക്ക് അള്ളാഹു സത്യവിശ്വാസത്തെ ഇഷ്ടമാക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഹുബ്ബ് ഹബ്ബബ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും ഹുബ്ബുള്ള സംഗതിയാക്കി തന്നിരിക്കുന്നു അൽ ഈമാൻ, ഈമാനിനെ. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ സീനത്ത്, അലങ്കാരം, ഭംഗി ആ ഈമാനാക്കി തന്നിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്ര, നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈമാനാണ്. ആ ഈമാനാണ് നിങ്ങളുടെ അലങ്കാരവും നിങ്ങളുടെ വൃത്തിയും നിങ്ങളുടെ എല്ലാം ആ ഈമാനാണ് എന്ന് അള്ളാഹു വിശ്വാസികളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ളത് എന്താ? വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അവിശ്വാസം, കുഫ്ർ, വൽ ഫുസൂഖ് തോന്നിയാസം, വൽ ഇസ്യാൻ അനുസരണക്കേട്, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ്. പടച്ചവനോട് അവിശ്വാസം വന്നു പോകുന്നതിന്, തോന്നിയാസങ്ങൾ വന്നു പോകുന്നതിന്, അള്ളാഹ് അനുസരണക്കേട് കാണിക്കുന്നതിന്, അതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വെറുപ്പ്. ഉലൈക ഹുമുർ റാഷിദൂൻ, അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും വലിയ തന്റേടമുള്ളവർ അഥവാ സന്മാർഗികളായിട്ടുള്ള ആളുകൾ എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് അള്ളാഹുവിന്റെ ദയവും അനുഗ്രഹവും ഉള്ളത് എന്നൊക്കെ സൂറത്തുൽ ഹുജറാത്തിലെ 7-8 വചനങ്ങൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇതാണ് അള്ളാഹു ഒരാൾക്ക് ഹൃദയ വിശാലത നൽകുമ്പോൾ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ഒരു വെളിച്ചം കിട്ടി, ഈമാനോട് ഏറെ സ്നേഹം തോന്നി, ഏറ്റവും സ്നേഹമുള്ള സംഗതി ഈമാനായി മാറുന്നു. ആ ഈമാൻ അവരുടെ ഹൃദയത്തിന് അലങ്കാരമായി തീരുന്നു. കുഫറിനോടും ഫുസൂഖിനോടും ഇസ്യാനിനോടും ഒക്കെ വലിയ വെറുപ്പും അവരുടെ മനസ്സിൽ ഉണ്ടായിത്തീരുന്നു എന്നാണ്. ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ഹദീസും കൂടെ പറഞ്ഞു നിർത്താം. അൻ ജഅഫർ റളിയല്ലാഹു അൻഹു ഖാല സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യുൽ മുഅ്മിനീന അഖിയസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും ശക്തവാനായ ആ മുഅ്മിൻ ആരാണ് എന്നാണ് ചോദിച്ചത്. ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത് വഅക്സറും ലിമാ ബഅദഹു ഇസ്തിഅദാദ. മരണത്തെ ഏറ്റവും കൂടുതലായി ഓർക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും വലിയ ശക്തവാൻ. അതേപോലെ ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള ശാശ്വതമായ അടുത്ത ജീവിതത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണോ അവരാണ് ഏറ്റവും വലിയ ശക്തിയുള്ള, ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ച ആളുകളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നു. അപ്പൊ ആരാണ് അവര്? അഖിയസ് ആയിട്ടുള്ള ആൾ ആരാണ്? മരണത്തെ ഏറ്റവും കൂടുതലായി ഓർക്കുന്നവർ. രണ്ടാമത് എന്താണ്? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് ഒരുപാട് സമ്പാദിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടിയുള്ള ഒരുക്കപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ദുർബലരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തരായിട്ടുള്ള ആളുകളാണ് എന്ന് പഠിപ്പിക്കുക. കാല വീണ്ടും ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദിഹിലായ, നമ്മളിപ്പോ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആയത്തിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എന്താണ് ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത്? വമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹു ഇസ്ലാമിലേക്ക് ഹൃദയം തുറന്ന് കൊടുക്കപ്പെടുന്ന, ഹൃദയം വിശാലമാക്കി മാറ്റുന്ന ആ വിഭാഗത്തെ സംബന്ധിച്ച് ചോദിച്ചു. ആരാണവർ? വഖാലു, അപ്പൊ അവർ ചോദിക്കാണ്, കൈഫ യശ്റഹ് സദ്റഹു യാ റസൂലല്ലാഹ്. ഒരാളുടെ ഹൃദയം
അതെങ്ങനെയാണ് വികാസം പ്രാപിക്കുക, ഹൃദയത്തിന് എങ്ങനെയാണ് ഈ വികാസം കിട്ടുന്നത് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയുന്നത് നൂറുൻ യുഖ്ദഫു ഫീഹി ഫയൻശരിഹു ലഹു വയൻഫസിഹു. ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന ഒരു പ്രത്യേകമായ പ്രകാശമാണ്. ആ പ്രകാശം ഹൃദയത്തിൽ ലഭിക്കുന്നതോടുകൂടി ഹൃദയം വിശാലമായിത്തീരുന്നു. ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ആ ഹൃദയത്തിൽ ലഭ്യമാകുന്നു. പലതിനെയും ഉൾക്കൊള്ളാനും പലർക്കും സ്ഥലം നൽകാനും ഇടം നൽകാനും ഒക്കെയുള്ള വളരെ വിശാലമായ ഒരു ഭാഗമായിട്ട് അവരുടെ ഹൃദയത്തെ അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. സഹാബത്ത് വീണ്ടും ചോദിച്ചു, വളരെ പ്രസിദ്ധമായ ഒരു സംഗതിയാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വീണ്ടും അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് അവർക്ക് അറിയേണ്ട കാര്യം എന്താ അറിയോ? ഫഹൽ ലിദാലിക മിൻ അമാറത്തിൻ യുറഫു ബിഹാ, അത് മനസ്സിലാക്കാവുന്ന വല്ല അടയാളങ്ങളുമുണ്ടോ റസൂലെ എന്നാണ് അവർക്ക് ഇപ്പൊ ചോദിക്കാനുള്ളത്. ഇതിന്റെ അവസാനമായി ഇവർക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെയാകുമ്പോ എന്തെങ്കിലും അടയാളങ്ങൾ, അങ്ങനെ ഒരു ഹൃദയ വിശാലത ലഭിച്ചതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അടയാളങ്ങൾ പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അതിന് മറുപടി പറയുന്നത് അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ശാശ്വതമായ ആ വീട്ടിലേക്കുള്ള മടക്കത്തെ സംബന്ധിച്ചുള്ള ഒരു വിചാരമാണ് അവരുടെ മനസ്സിലുള്ളത്. വത്തജാഫി അൻദാരിൽ ഖുറൂർ, പലതുകൊണ്ടും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല വിഭവങ്ങളും വഞ്ചനാ ചരക്കുകളായി മാത്രം കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്ന് ആ പിരിഞ്ഞു പോകാനുള്ള ഒരു മനോഭാവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ കൃത്യമായ ഭവനത്തിൽ നിന്ന് മനസ്സ് വിട്ടു നിൽക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ഖുലൂദിന്റെ ദാറിലേക്ക് ഉള്ള ആ മടക്കത്തെ സംബന്ധിച്ചുള്ള വിചാരമാണ്. അതേപോലെ ദാറുൽ ഖുറൂറിന്റെ, വഞ്ചനയുടെ, കൃത്രിമത്വത്തിന്റെ ഈ ഭവനത്തിൽ നിന്ന്, ഈ വീട്ടിൽ നിന്ന്, അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്ന് ദാറുൽ ഖുലൂദിലേക്ക് മടങ്ങാനുള്ള മനസ്സാണ്. രണ്ടാമത്തത് ദാറുൽ ഖുറൂറിൽ നിന്ന്, അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള, അതിൽ നിന്ന് മടങ്ങിപ്പോകേണ്ടവരാണ് എന്നുള്ള ചിന്തയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മൂന്നാമത്തെ അടയാളം എന്താണെന്നറിയോ? മരണം കണ്ടെത്തുന്നതിന് മുമ്പ് മരണത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കപ്പാടുകൾ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് അതിന് മൂന്നാമത്തെ അടയാളമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഈ ചിന്ത ഒരാളുടെ മനസ്സിൽ ഉണ്ടായാൽ അയാൾക്ക് ഹൃദയ വിശാലത ലഭിച്ചു എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതിന്റെ മറ്റൊരു ഭാഗം അത് കുറെ കൂടെ വിശദീകരിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞു പോയതാണ്, വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഹൃദയം കുടുസായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആകാശത്തിലേക്ക് കയറിപ്പോകുന്നവന്റെ അവസ്ഥ എന്നാണ്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടെ അന്തരീക്ഷമുണ്ട് എന്ന്, അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്ന് കണ്ടെത്തിയതിനു ശേഷം, പാസ്കൽ എന്ന ശാസ്ത്രജ്ഞൻ അത് കണ്ടെത്തിയതിനു ശേഷം ആ അന്തരീക്ഷത്തിലോട്ട് മുകളിലോട്ട് പോകുന്തോറും ഓക്സിജന്റെ അഭാവം, ഓക്സിജൻ കുറഞ്ഞു വരുന്നത്, വായു മർദ്ദം കുറയുന്നത്, അതിനൊക്കെ അതിന്റെ കാരണത്താലൊക്കെ ഉയരത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസ തടസ്സത്തെ സംബന്ധിച്ചൊക്കെ കൃത്യമായി നമ്മൾ വായിച്ച് പഠിച്ച് അറിഞ്ഞതാണ്. വിമാനങ്ങൾ വരെ സമുദ്രനിരപ്പിൽ നിന്ന് 30,000 അടിയിലധികം, അതിനേക്കാൾ ഉയരത്തിൽ പോകാൻ പ്രയാസമുള്ള സംഗതിയാണ്. അപ്പൊ അതിനേക്കാൾ ഉയരത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെ കൂടുതലാണ്. ഈ വാനലോകത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന ശാസ്ത്രജ്ഞരൊക്കെ അവരുടെ കൂടെ അവർക്ക് ആവശ്യമായ വായു കൂടെ കൊണ്ടുപോകാറുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ അത്തരത്തിൽ വായു ലഭിക്കാതെ, ഓക്സിജൻ ലഭിക്കാതെ മരണത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന അത്തരത്തിലുള്ള വലിയ അവസ്ഥയാണ് ഈ ഹൃദയം കുടുസായി പോകുന്ന, ഈ ഹറജൻ
ലയ്യക്കൻ ഹറജായി ലയ്യക്കായി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ് അടുത്ത ആയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നോട്ട്സ് വായിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ സമയം അവസാനിച്ചു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.